അത്തം മുതലുള്ള 10 നാളുകൾ കഴിഞ്ഞ കാല തിരുവോണ സ്മരണകളെക്കുറിച്ച് നമ്മളൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ എത്രയോ മനോഹരമായിരുന്നു ആ നാളുകൾ. ഏതാണ്ട് 50-60 വർഷങ്ങൾക്കപ്പുറം തിരുവോണം ആഘോഷിക്കുന്നതിന് വേണ്ടി എത്രയോ നാളുകൾക്ക് അപ്പുറം മുതലേ നമ്മൾ നെല്ല് കുത്തിയും തേങ്ങ ആട്ടിച്ചും ഉള്ള തയ്യാറെടുപ്പ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആ തിരുവോണത്തിൻ്റെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ നിന്നും ഒരു നാളും പോകാതെ കാത്തുകിടക്കുന്നു. മരവിരലുകളും പലകകളും നെല്ല് കുത്തുന്നതിന് വേണ്ടി അയൽവക്കത്തെ സ്ത്രീകളും ഓടിയെടുക്കും. മരച്ചക്കിൽ ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന ഉപ്പേരിയുടെ സുഗന്ധം ഒന്ന് വേറെയാണ്. വീട്ടുമുറ്റത്ത് മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പനെ സൃഷ്ടിച്ച് ചാണകം മെഴുകിയ അറവാതിക്കൽ ഓരോ ദിവസവും പൂക്കൾ ഓരോ വിധത്തിലും തൊടികളിലും പാടത്തും പറമ്പത്തും നിന്ന് ബാലികാ ബാലന്മാർ പറിച്ചു കൊണ്ടുവരുന്ന ശുദ്ധമായ പൂവുകളാൽ നിർമ്മിതമാകുന്ന പൂക്കളങ്ങൾ. 10ാം ദിവസം ഓണം അടുത്തടുത്ത് വരുമ്പോൾ ഉത്രാടം മുതലേ എത്രയോ വെപ്രാളത്തോടു കൂടിയാണ് കൂട്ടുകുടുംബങ്ങളായ ആ മുത്തശ്ശിയും മുത്തച്ഛനും അമ്മയും പേരക്കിടാങ്ങളും ഒത്തുചേരുക. പൂമാറ്റുവാനുള്ള തിടുക്കത്തോടുകൂടി രാവിലെ തന്നെ കുളിച്ചു കുറിയിട്ട് പുത്തൻ പുടവ ചാർത്തി പൊട്ടുകുത്തി അണിഞ്ഞൊരുങ്ങുന്ന ആ സുദിനങ്ങൾ ഓർമ്മയിൽ നിന്നും മുളം തള്ളുകയാണ്. ആ പോയ കാലമേ, എത്ര ലാവണ്യത്തോടു കൂടി കാത്തു സൂക്ഷിച്ച ആ തിരുവോണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് നമുക്ക് എന്താണ് ഇന്ന് പറയുവാനുള്ളത്? ഓണം എന്ന് പറയുമ്പോൾ നാണമാവുകയാണ്. പൂക്കളമിട്ട് മത്തപ്പൂ കൊണ്ട് കുടകുത്തി ഓരോരുത്തരും ഓണത്തപ്പനെ കാത്തിരിക്കുക. അത് പാടും. ഓണത്തപ്പ കുടവയറ പുലരെ തിരുവോണം, തിരുവോണ കണികൺമാൻ വന്നോരുണ്ടോ പോണോരുണ്ടോ, വന്നിട്ടും പോയില്ല പോയിട്ടും വന്നില്ല, കച്ചകിച്ച കയറുകെട്ടി കച്ചയിൽ 5 മലർക്കെട്ട്. അങ്ങനെ പാടിപ്പോകുമ്പോൾ ഓരോരുത്തരും ചോദിക്കും, അതിന് എവിടെ വിളിച്ചു ആ പുരുഷൻ? ചെപ്പിൽ വിളിച്ചു എന്ന് പറയുമ്പോഴോ വെല്ലുപമ്പ് വീഴ്ത്തി നിൽക്കുന്ന ബാലികാവാലന്മാരുടെ നിര. പൂപ്പട ഇട്ടിട്ട് അതിന് ചുറ്റും അതിനിടയിൽ കൂടി പൂപ്പട നിരത്തി വെച്ചിരിക്കുന്നു. പരിശുദ്ധമായ നിവേദ്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അടകൾ, പൂമാറ്റുന്ന ആ പൂവിൽ ഇടവരിയായി വെച്ചിരുന്ന അടകൾ തെറ്റിയെടുക്കുമ്പോൾ ആ പുരുഷനെ കണ്ടുപിടിച്ച് വിളിച്ച് ചാണ്ടിയ പോലെ കുത്തിയെടുത്ത് ഷീ പൂ എന്ന് ആർത്ത് വിളിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അവൾ പൂവടയും തിന്ന് ഉപ്പാരികയിൽ നിന്ന് അടുത്ത ഓണസദ്യയുടെ മാറ്റി അറിയുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തുകൂടി. കാച്ചിലും കാച്ചിയും മരുന്നും വറുത്തും കോരിയും എല്ലാ കുടുംബ അംഗങ്ങളെല്ലാം കൂടി ഇണക്കുന്ന ഈ ഓണസദ്യ. ആ അമ്മയുണ്ടായിരുന്ന കാലം അമ്മ വിളമ്പിത്തരുന്ന ഇതിലെ മനോഹരമായ നാക്കിലയിട്ട് കാക്ക കയറാത്ത നാക്കിലയിൽ കറികൾ ഓരോന്നും വിളമ്പുമ്പോൾ ഇഞ്ചിയും മാങ്ങയും ആ ഓലനും തോരനും എത്രയോ വട്ടങ്ങളായിരിക്കും. സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ ആവി പറക്കുന്ന ആ മണം ഇന്നും ഓർമ്മയിൽ ഓടിയെത്തുന്നു. ഏത്തക്കായും ചേനയും കൊണ്ടുള്ള എരിശ്ശേരിയും നേന്ത്രപ്പഴമിട്ട കാളനും മാമ്പഴവും മധുരിങ്ങയും അന്നദാന ചക്കയും എല്ലാ വിഭവങ്ങളും ഒത്തുചേർന്ന് ഒരുക്കുന്ന പച്ചടിയും കിച്ചടിയും, കാലങ്ങൾക്ക് വളരെ മുമ്പേ കരുതി വെച്ചിരിക്കുന്ന മാങ്ങാക്കറി, അത് സാധാരണ വീടുകളിൽ കാണാറില്ല. എല്ലാ വിഭവങ്ങളും ഒത്തുകൂടി വരുമ്പോൾ
നമുക്ക് ചുറ്റും ഒത്തുകൂടുന്ന പുരാതന തറവാട്ടുകളുടെ മുറ്റത്തേക്ക് തൻ്റെ മുൻകാല പ്രൗഢിയോടുകൂടിയ അടിയന്മാരും കുടിയന്മാരും നിരനിരയായി കാത്തു നിൽക്കുകയാണ്. കൊത്തുകണക്കിൽ ഇട്ടിരിക്കുന്ന ഓണപ്പുടവയെടുത്ത് ഓരോരുത്തർക്കും അമ്മാവൻ സമ്മാനിക്കുമ്പോൾ അവരെല്ലാവരും അത് വളരെയേറെ ഓച്ഛാനിച്ച് നിന്ന് വാങ്ങിച്ച് നിർവൃതി അണയുന്നു. വിഭവസമർത്ഥമായ സദ്യ അവർക്കൊക്കെ വിളമ്പിക്കൊടുത്ത് അവരുടെ വീട്ടിലേക്ക് പകർച്ചയും കൊടുത്തതിന് ശേഷം മാത്രമേ വീട്ടിലുള്ള അവരുണ്ടാറുള്ളൂ. അതിനു മുമ്പേ പക്ഷികൾക്കും മത്സ്യങ്ങൾക്ക് പോലും കാക്കകൾക്ക് അന്നദാനം എറിഞ്ഞു കൊടുത്തതിന് ശേഷം പശുക്കളെ കുളിപ്പിച്ച് മഞ്ഞപ്രസാദത്തിൽ കുറിയിട്ട് മനോഹരമാക്കി അടുത്തുള്ള കുറ്റിയിൽ തളച്ച് അവർക്ക് വേണ്ടുവോളം പഴവും ഭക്ഷണവും കൊടുത്ത് അവരെയും സന്തോഷിപ്പിക്കുന്നു. ജീവജാലങ്ങൾക്ക് പോലും ഓണം എന്തുമെന്നും ഒരു സുഹൃതമായിരുന്നു. ആ പുണ്യം നിറഞ്ഞ നാളുകളിൽ എന്തും സമർപ്പിക്കുവാൻ സന്നദ്ധരായിരുന്ന മഹാബലി ചക്രവർത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഭരണാധിപന്മാരെ കുറിച്ച് എന്താണ് പറയുക, എന്താണ് അവരുടെ പെരുമാറ്റം? അതിഭരണത്തിൽക്കൽ ആ രാജാവിൻ ചക്രവർത്തിയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും മാറ്റി അതിനപ്പുറത്തേക്ക് ആ സുതലമെന്ന ഒരു മനോഹര സ്വർഗത്തിലേക്ക് അവിടുത്തെ ഭരണാധിപനാക്കി മാറ്റുവാൻ ആ വൈഷ്ണവ തേജസ് വാമന രൂപത്തിൽ വന്നു നിൽക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും ശുക്രാചാര്യർ, അസുരഗുരുവായ ശുക്രാചാര്യർ പറഞ്ഞു, മന്നൻ മഹാരാജാവേ, ഈ വന്നിരിക്കുന്നത് കപടവേഷധാരിയായ ആ സശൽ മഹാവിഷ്ണുവാണ്, അതുകൊണ്ട് വാക്ക് കൊടുക്കരുത്, 3 അടി ഭൂമിക്ക് വേണ്ടി യാചിക്കുന്നവരോട് അത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴും തൻ്റെ വാക്ക് മാറാതെ എല്ലാം ത്യജിക്കുവാൻ സന്നദ്ധരായെന്ന് ഒക്കെ സമർപ്പിക്കുവാൻ ആ വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് മുക്തി നേടുവാനായി ഏറ്റവും നല്ല മനസ്സോടുകൂടി മഹാബലി ചക്രവർത്തി അത് തയ്യാറായി. ഇന്നത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങായ ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അറിഞ്ഞുകൊണ്ട് ത്യജിക്കുവാനുള്ള ത്യാഗ മനോഭാവം കാണിച്ച സ്നേഹോഷ്മളമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപൻ കാണിച്ചു വെച്ച ആ നിസ്വാർത്ഥ സേവനം, നിസ്വാർത്ഥത നാം ഇന്ന് പാഠമാക്കേണ്ടിയിരിക്കുന്നു. വെറും ഓണം ഘോഷിച്ചുകൊണ്ടായില്ല. അങ്ങനെ കുടിയാന്മാരെയും അടിയാന്മാരെയും ഊട്ടി അവരുടെ സന്തോഷം പകർന്നുകൊണ്ട് വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്ന് പുൽപ്പായിട്ട് അല്ലെങ്കിൽ തറയിലിരുന്ന് നിരത്തുന്ന ആഹാര ഭക്ഷണ സാധനങ്ങൾ അച്ഛനും അമ്മയും അനന്തരവനും അമ്മാവനും അമ്മായിയും എല്ലാമായി ഒരുമിച്ച് കഴിക്കുമ്പോൾ ആ ഒരു അമൃതത്തിൻ്റെ സ്വാദുള്ള ഓണം, ആ ഓണാഘോഷത്തിൽ വന്നെത്തുന്നവരും അന്യനാടുകളിൽ നിന്നും വരുന്ന വൈരാബി എന്നുള്ള ഒരു പേരോടുകൂടിയ ഒരു മഹാമനസ്കഥ. അദ്ദേഹം പ്രത്യേക രീതിയിൽ ആ പുടവകൾ തട്ടുടുത്ത് ഒരു വലിയ ചിരട്ടയും കയ്യിലേന്തി ഉപ്പേരിയും പപ്പടവും പഴവും കൊടുത്ത് സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോ വീട്ടുപടിക്കിലേക്ക് വരുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അദ്ദേഹം പാടും, 5 കല്ലാലൊരു കോട്ടൈ, ആ കോട്ടയ്ക്കൊരൊമ്പത് വാതിൽ, ഇങ്ങനെ തുടങ്ങുന്ന ഈരടികളും പാടി ആ മനുഷ്യൻ നമ്മുടെയൊക്കെ പടിക്ക് ചുറ്റും വരുമായിരുന്നു. അവരെയൊക്കെ സ്വീകരിക്കുവാൻ നമ്മൾ നല്ല മനസ്സോടുകൂടി എന്നുമെന്നും തയ്യാറാകുമായിരുന്നു. ഇത് കഴിയുമ്പോഴോ ഓരോ വേഷവിധാനങ്ങളുമായി പുലി കളിക്കാൻ വേണ്ടി ഒരു കൂട്ടർ, അങ്ങേപ്പുറത്തെ മാവേലി കെട്ടി ആടുന്ന ആ ഓമനക്കുട്ടന്മാർ, ആ പൂജ തുള്ളുന്നതിന് വേണ്ടി മറ്റൊരു കൂട്ടർ, ഊഞ്ഞാല് കെട്ടി നാടൻ മാവിൻ്റെയും അല്ലെങ്കിൽ മൂവാണ്ടൻ മാവിൻ്റെയും കമ്പുകളിൽ പാഞ്ഞു കിടക്കുന്ന പാലത്ത് അല്ലെങ്കിൽ ഊഞ്ഞാല്, അതിനു ചുറ്റും കൂടുന്ന ആ കുട്ടികൾ, ബാലവൃന്ദങ്ങൾ, അവരെ എല്ലാവരെയും ഓണം സ്വാഗതം ചെയ്യും. എത്രയോ മനോഹരമായ ഓണത്തിൻ്റെ ഇറപ്പകെട്ടുകളിൽ അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ ഒത്തുചേരുന്നു. മറുഭാഗത്തേക്ക് നമുക്ക് നോക്കാം. തുമ്പിതുള്ളൽ ഇന്ന് എല്ലാം അന്യമായിക്കൊണ്ടിരിക്കുന്നു. കത്തിച്ചു വച്ച നിലവിളക്കിന് ചുറ്റുമിരുന്ന് പൂപ്പട നീട്ടിക്കൊണ്ട് ഉരുത്തോല കെട്ടി പൂക്കിനെയും കയ്യിലേന്തി തുള്ളാനിരിക്കുന്ന ഒരു കന്യക, അവർക്ക് ചുറ്റും കൂടിയിരിക്കുന്ന മറ്റ് സ്ത്രീകൾ പലരും കയ്യിൽ കിണ്ണലെടുത്ത് കൊട്ടി ശബ്ദമുണ്ടാക്കുന്നു. മറ്റു പലരുണ്ട് കൈകൊട്ടി പാടുന്നു. ആ പാട്ടിനകത്ത് ഒന്നാനെ കൊച്ചുതുമ്പി എന്നോടത്ത് പോരുമൂന്നി പോന്നാ നീ എന്ത് തരും എന്ന് ചോദിച്ച് പാടി പാടി അവസാനം വരുമ്പോഴോ ഈ തുമ്പി ഹരം പിടിച്ച് ഹരം പകർന്നവളൊന്നും അറിയാതെ ആ പാട്ടിനകത്ത് ചലിക്കാൻ തുടങ്ങുന്നു. അത് നിരങ്ങി ആ വിളക്കിന് ചുറ്റും പാടിയും നിരങ്ങിയും പാടിയും തല മുടി അഴിച്ചിട്ട്
ആടി ആടി അവസാനം വരുമ്പോൾ അവൾ അറിയാതെ തന്നെ നിർവൃതിയിൽ ആണ്ടുപോകുന്നു, തുള്ളുന്നു. ആ തുള്ളൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ രൂപമായി മാറി. ആ